അസ്സലാമുഅലൈക്കും ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കാസർഗോഡ് സ്പെഷ്യൽ മീനപ്പം റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മീനപ്പം അല്ലെങ്കിൽ മീനട എന്ന് പറയുന്ന റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം ഇതിൽ നമ്മൾ സാധാരണ ഇടുന്ന പോലെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും വിനെഗറും ഇട്ടിട്ട് ചെയ്ത ഒരു മസാലയാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മസാല ഇടാം. അപ്പം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ അയക്കൂറയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മീനപ്പത്തിന് അയക്കൂറയോ അല്ലെങ്കിൽ ചെമ്മീനൊക്കെയാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഈ മീനൊന്ന് ഫ്രൈ ആവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ 2 ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റ് ചെയ്തത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കഷ്ണം തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ചത് അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റാണ്. അതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഈ പൊടിച്ച് വെച്ചേക്കുന്ന മീൻ നമ്മൾ റെഡിയായ മസാലയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീനപ്പത്തിലേക്ക് വേണ്ട മാവും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ 250 ml 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങയും ചെറിയൊരു സവാളയും കുറച്ച് പെരിഞ്ചീരകവും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല തിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ നെയ്പത്തിരിക്കൊക്കെ അരച്ചെടുക്കും പോലെ ആട്ടോ ഇത് വേണ്ടത്. ഇത് ഞാനിപ്പം മിക്സിയിലിട്ട് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നത്. നിങ്ങൾ ഗ്രൈൻഡറിൽ ഇടുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടിട്ട് നല്ല തിക്കായിട്ട് എടുത്താൽ മതി. ഇനി ഇതൊരു പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കൈവച്ചിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു ഫോയിൽ എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ അപ്പച്ചമ്പിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മീനപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.